വ്യത്യസ്തമായൊരു ലോകത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് എല്ലാമുണ്ട്. പക്ഷെ എന്തോ അവർക്കൊരു ദിശാബോധമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായി ഇൻസ്റ്റ ഐഡികളും കണ്ണം ചിപ്പിക്കുന്ന ഓൺലൈൻ ഗെയിമുകളും ഒക്കെയുണ്ട്. പക്ഷെ ദൌത്യബോധമില്ല. സ്വന്തമായി മൊബൈലുകളുണ്ട്, ഇന്റർനെറ്റ് സൗകര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്തോ അവന്റെ ഉള്ളിൽ ദൈവമില്ല. സന്തോഷമുണ്ട്, പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു ആന്തരിക സന്തോഷം ഒരിക്കലും അവന് തോന്നുന്നില്ല. ഇത് ഒരു പൊതു പ്രശ്നമാണ്. ഇതൊരു ആത്മിക യുദ്ധം കൂടെയാണ്. ഇന്ന് ശത്രു നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കയറി വരുന്നത് ഇത്തരം മാധ്യമങ്ങളിലൂടെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇതൊക്കെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു കാര്യം ഓർക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും പൂർണ്ണമായിട്ടും അവരുടെ ജീവിതത്തിൽ നിന്നും ഈ ഇന്റർനെറ്റ് സൗകര്യങ്ങളും മറ്റു സൗകര്യങ്ങളും ഒന്നും അവന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കത്തില്ല. പക്ഷെ അവന് നിയന്ത്രിക്കാൻ സാധിക്കും. ഓർക്കുക, ഇന്റർനെറ്റ് സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടേതാകാം. പക്ഷേ അത് ഉപയോഗിക്കുന്ന നമ്മുടെ കുഞ്ഞിന്റെ ഹൃദയം ദൈവത്തിന്റേതായിരിക്കണം. സങ്കീർത്തനം 119:37. വ്യാജത്തെ നോക്കാത്ത വിധം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. എന്റെ ദൈവമായ കർത്താവെ, വ്യാജത്തിലേക്ക് നോക്കാൻ പറ്റാത്ത രീതിയിൽ അനാവശ്യമായ കാര്യങ്ങളിലേക്ക്, അനാവശ്യമായ വീഡിയോകളിലേക്ക് അവന്റെ കണ്ണുകൾ പോകാൻ പറ്റാത്ത രീതികളിൽ അതിൽ നിന്നും അവനെ തിരിച്ച് നല്ലതിലേക്ക്, ദൈവത്തിന്റെ മാർഗത്തിലേക്ക് അവനെ കൊണ്ടുവരണമേ എന്ന് ഓരോ മാതാപിതാക്കളും ദിനം പ്രതി ഈ വചനം, സങ്കീർത്തനം 119:37 ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈ ആപത്തിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നമ്മളെ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ തീർച്ചയായും ഈ ലോകമായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്തത്. ഈ വചനം തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുക തന്നെ ചെയ്യും. അവർ ദൌത്യബോധമുള്ളവരായി, ദിശാബോധമുള്ളവരായി മാറുക തന്നെ ചെയ്യും.